അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന ആ കാരണം കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും കാരണങ്ങളെ കൊണ്ട് നമ്മളെക്കാൾ ഉയർന്നവർ വലിയവർ അവിടെ ഉണ്ടെങ്കിൽ നിസ്കാരത്തിന് അവരെ നിർത്തിയിട്ട് അവകാശം വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ഇതാണ് അതിൻ്റെ അദബ്. ആദ്യം കൂടി പഠിക്കണം. ഈ ചില ആളുകൾ ഈ ഒരു ഹക്ക് മാത്രമേ പഠിച്ചുള്ളൂ. കാരണം ഇവർക്ക് ഇത് നിസ്കരിക്കാൻ ഇവർക്ക് ആ ഹക്ക് ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ കിതാബിലും ഇമാം നബവി ശറഹുൽ മുഹദ്ദറക്കം എല്ലാ കിതാബിലും കാണാം ഖൈറിന്റെയും സലാഹിന്റെയും വിലകരോടുണ്ടെങ്കിൽ ഹക്കുള്ളവൻ മാറിക്കൊടുത്ത് ആ ഖൈറും സലാഹും ഉള്ള ആളുകളാണ് നിസ്കാരത്തിന് ഇമാമത്തും കണ്ടത്. അതാണ് അദബ്. ഞാൻ എൻ്റെ പിതാവ് മരിച്ചു, ജേട്ടൻ മരിച്ചു, അതേപോലെ എൻ്റെ പിതാവിൻ്റെ സഹോദരിമാർ 3 ആൾ മരിച്ചു. അപ്പോഴൊക്കെ നമ്മളെക്കാൾ വലിയവർ അവിടെ ഉണ്ടായപ്പോ ജനാസ നിസ്കാരത്തിന് അവരെ നിർത്തി. എൻ്റെ ഉപ്പ മരിച്ചപ്പോഴും ജേട്ടൻ മരിച്ചപ്പോഴും മയ്യത്തുകാരത്തിന് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് ഉസ്താദ് ഹാളിറായിരുന്നു. അപ്പൊ ഉസ്താദിനാണ് നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയത്, 2 നിസ്കാരത്തിന്. പിന്നെ ഒരു പെങ്ങളും സഹോദരി മരിച്ചു. അപ്പോ എൻ്റെ ഉസ്താദ് തന്നെ ഉണ്ടായിരുന്നു. ഉസ്താദ് പറഞ്ഞു, നീ തന്നെ ഇമാമത്ത് നിന്നോളൂ. അപ്പൊ എന്നോട് അവര് പറഞ്ഞപ്പോ അവരെ ബഹുമാനിച്ച് ഞാനപ്പ ഇമാമ. ഞാൻ എനിക്ക് അവകാശവും ഹക്കും നോക്കിയിട്ട് ഞാനാണ് ചെന്ന് ആദ്യം തന്നെ അവിടെ ഇമാമത്തുക്കല്ല. അതാണ് നമ്മുടെ അദബ്. മുജാബുദ്ദാവത്തായ ആളുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ അവരല്ലേ നിസ്കരിക്കേണ്ടത്, അവരല്ലേ ഇമാമത്ത് നിൽക്കേണ്ടത്. പിന്നെ നമ്മളെ ഈ ഹക്ക് അറിഞ്ഞിടത്താം അത് ഓൻ സുന്നിയാണെങ്കിൽ ഓനക്ക് നിസ്കരിക്കാനുള്ള അവകാശമുണ്ട്, ശരിയാണ്. അവന്റെ അവകാശം മറ്റൊരാൾക്ക് കൊടുക്കാനോ അതിനും അവന് പറ്റും. അതാണ് അവൻ ചെയ്യേണ്ടത്. അവന്റെ അദബ് അതാണ്. ഒന്ന് ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോ അവിടെ വലിയ ആളുകളുണ്ട്. ആ മയ്യത്തിന് അവരൊക്കെ നിസ്കരിക്കാൻ ആഹകറായപ്പോ ഒരു ചെക്കണ്ട് തലമറച്ചിട്ട് പോലുമില്ല. നെരിയാണിക്ക് താഴെ ഡബിൾ ബെസ്റ്റ് വലിച്ചുകൊണ്ട് നടക്കണ ഒരു ഹൈവാൻ വന്നിട്ടാണ് ഇമാമുക്കാണ്. എന്നിട്ട് ഈ വലിയ സയ്യിദന്മാരും നേതാക്കളും എല്ലാവരും ഇവരെ തുടർന്ന് നിസ്കരിക്കണം. എന്താ മോനാണ്. മോനായതുകൊണ്ട് ഇത് കാര്യം ഏതെങ്കിലും പാപ്പാന്റെ മോനല്ല വെക്കോ? മോനായി എന്നുകൊണ്ടൊന്നും ആയി കാര്യമില്ല. മോനാണെങ്കിൽ ആ മോനക്ക് മകൻ എന്നത് മാത്രം പോരാ, വേറെയും ചില സംഗതികളൊക്കെ ഉണ്ട്. നിൽക്കാരത്തെ പറ്റി ഒന്നും അറിയാത്തവനാണ്. ദീനിയായിട്ടുള്ള സംഗതി പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. എന്നിട്ട് വാപ്പയെന്നും പറഞ്ഞോണ്ട് വന്നാണ് ഇമാമത്തുക്ക. ആ വാപ്പാക്ക് ഇവന്റെ ഈ നിൽക്കാരം ചെയ്യിക്കണം. ഇപ്പൊ നിൽക്കിച്ചക്കാരം അതിന് ഈ വാപ്പനെ ചിലപ്പോൾ പഠിപ്പിച്ചു കാണൂല, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഓൻ പഠിച്ചിട്ടുണ്ടാവില്ല. രണ്ടാവിടെ എന്തായാലും ഓന് നിൽക്കാരം പേരെ അറിയില്ലല്ലോ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതിക്കൊണ്ടുവരും മോൻ നിസ്കരിച്ചത് എൻ്റെ അനുഭവമാണ്. 1-ാം തക്ബീറിലും ഫാത്തിഹ, 2-ാം തക്ബീറിലും ഫാത്തിഹ, 3-ാം തക്ബീറിലും ഫാത്തിഹ, 4-ാം തക്ബീറിലും ഫാത്തിഹ. ഇങ്ങനെ ഉണ്ടോ മയ്യിത്തുകാരം? അപ്പൊ അത് നിസ്കരിച്ച് ശരിയായില്ല. ഇത് പറയുമ്പോ അവിടെ ഈ കൂടിയ ഹൈവാന്മാരുണ്ട്. ഓരോ ഹൈവാനല്ലേ മോനല്ലേ അധികാരം. ഈ സാധാരണക്കാർ ഇങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊക്കെ വിടക്കാക്കുന്നത് ഇങ്ങനെയാണ്. ദീനിന്റെ കാര്യം പറയാൻ ആലിമ്യങ്ങളല്ലേ പറയണ്ടു, അനുസരിക്കേണ്ടതൊക്കെ ആലിമ്യങ്ങൾ പറഞ്ഞാണ്. നാട്ടിലെ സാധാരണക്കാർ ഒരു വലിയ ഖുറൈശികളാവും ചിലപ്പോ,
വലിയ കബീലക്കാരാവും, വലിയ വലിയ സ്ഥാനമാനമുള്ളവരാവുള്ളൂ ആവും. പക്ഷെ ദീൻ പഠിച്ചിട്ടില്ല. ദീൻ പഠിച്ചവരാണ് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതൊക്കെ ഇന്ന് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആള് മരിക്കുമ്പോൾ അയാള് മയ്യത്തുക്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ആരാണ് നിസ്കരിക്കേണ്ടത് അതൊക്കെ സെറ്റപ്പാക്കി വെക്കണം. പലപ്പോഴും ഇത് ഇല്ലാതെ പോകുന്നു. മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് അവിടെ ചേണ്ട് മുറിവുപ്പും ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചില കാലിയന്മാരുണ്ട് ഓരോരോ ഗഡ്സ് ഉപയോഗിക്കും. ഒരു കാലിയര് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ മരിച്ച ആളെ നമ്മളെ ആളാ, മക്കളൊന്നും ശരിയില്ല. അയാൾ ഞാൻ ഇമാമക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഈ കാലിയർ ഉണ്ട് എൻ്റെ കൂടെ. അത് പറഞ്ഞപ്പോ ഇയാള് സുഖമില്ലാതെ കിടപ്പ. അപ്പൊ ഒന്ന് കാണാൻ പോയപ്പോ ഞാൻ മരിച്ചാല് ഉസ്താദ് എത്തണം, ഉസ്താദ് എത്തിയാൽ ഉസ്താദ് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലിയരും കേട്ടു. അങ്ങനെ ഇയാൾ മരിച്ചുകൊണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ അവിടെ പോയി മരിച്ച് കാലിയരൻ വിളിച്ചു പറഞ്ഞു. ഞാൻ പോയി മയ്യത്ത് നിസ്കരിക്കാൻ സമയത്ത് ഒരുത്തൻ വന്നു. അപ്പൊ ഈ ആളെ മോനാണ്. ഞാനാ നിസ്കരിക്കണത് പറഞ്ഞു. കാലിയര് പറഞ്ഞു ഇജ്ജെല്ലാം കരിക്കണ ഞാനാ കേസ് പറഞ്ഞു. എന്റെ വാപ്പയാണ് പറഞ്ഞു. അപ്പൊ 3-4 ചെക്കന്മാർ ഒപ്പുണ്ട്. ഇവനാണ് കരിക്കണത്. ഓന്റെ വാപ്പയെ മരിച്ച്. കാലിയരന്റെ വാപ്പയാണെങ്കിൽ കുടിയിലാണ്, ഇത് പള്ളിയാണ്, പള്ളിക്ക് ഞാനാണ്. ഞാൻ ഈ മയലിന്റെ കാലിയാ. അതുകൊണ്ട് എനിക്ക് നിൽക്കുകയാണെങ്കിൽ കുടിയിൽ നിൽക്കേശു വരുന്നത്. ഇവിടെ ഞാനാ കേസെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കഴിയണം. അപ്പൊ പിന്നെ അവൻ പോയി. അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ നിൽക്കേച്ചു. നിക്കാരം കഴിഞ്ഞതിന് ശേഷം കാലിൽ പറഞ്ഞു എന്റെ ബാപ്പയാണ് എന്റെ ഉമ്മയാണ് പറഞ്ഞാൽ ഇവിടെ കാര്യം നല്ലത്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു പള്ളിയാണ്. പള്ളിയിലൊക്കെ ഇമാമത്ത് നിൽക്കുമ്പോ അതിനൊരു ഏതുണ്ട്. തലയും മറിച്ചിട്ടില്ല, ഒരു ലോഡ് മുടി തലയിലുണ്ട്. എന്നാൽ അപ്പടിയാ വന്ന് നിൽക്കുകയാണ് ഇമാം നിൽക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ കുറച്ച് പ്രായം കൂടിയവർ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ. മക്കളോട് തന്നെ ചോദിക്കണം ആരാ നിസ്കരിക്കണത്. ആ മക്കള് ഞങ്ങളാരെയും നിസ്കരിക്കാന്നൊക്കെ പറയാനല്ല. ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ ആളുകൾ. അവരുടെ ഒക്കെ മുമ്പിൽ നിങ്ങൾ ഇമാമത്തൊന്നും ശരിയാവില്ല. അപ്പൊ ആ തങ്ങളുണ്ടല്ലോ, തങ്ങളോട് പറയാ. അല്ലെങ്കിൽ ഈ ഉസ്താദുണ്ട്, ഉസ്താദിനോട് പറയാ. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. പാണക്കാട്ട സയ്യിദന്മാരുണ്ട്, അൽഹംദുലില്ലാ അവരെ നിർത്താം. അവിടെ രാഷ്ട്രീയം അവരെ വർണ്ണം കൊടി നോക്കിയിട്ടല്ല. ഉള്ളാളങ്ങളുണ്ട്, തങ്ങളെ നിർത്തണം. ഇൽമും സിയാദത്തും എല്ലാം ഒത്താളല്ലേ. അത് പറ്റൂല. ഉള്ളാളങ്ങൾ പറ്റൂല, ഖലീത്തങ്ങൾ പറ്റൂല എന്നൊക്കെ പറയുന്നവർ ഈ പറഞ്ഞ ഒന്നും പറയാനുള്ള ഒരവകാശവും ഇല്ലാത്തവരാ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം അവരുടെ ഭൗതികമായ സംഗതികൾ നോക്കിയിട്ടില്ല. അള്ളാന്റെ അടുത്ത് ഇവരൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ഫലം കിട്ടും എന്ന് കാണുന്ന ബഹുമാനം ആ നിലക്ക് ബഹുമാനിക്കപ്പെടുന്ന ഒരുപക്ഷെ ഇൽമുണ്ടാകാം, അല്ലെങ്കിൽ സയ്യിദ് എന്ന നിലക്ക് സിയാദത്തും ഉണ്ടാകാം. എങ്ങനെ ആവട്ടെ, അവർക്ക് ഈ അവകാശി നിക്കരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക അത് പുണ്യകർമ്മമാണെന്ന് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇത് മാത്രം ബാപ്പ മരിച്ചാൽ മകൻ, ഇങ്ങനെ ഇതും പറഞ്ഞിട്ട് വലിയ വലിയ ആലിമീങ്ങളെ സാദാത്യങ്ങളെ ഉസ്താദുമാരെ അവഗണിച്ച്
ഇവൻ ആണ് ചെന്ന് ഇമാമത്ത് നിൽക്കുന്നത്. അപ്പൊ അവനെ തുറന്ന് നിൽക്കരിക്കാണ്. എന്തൊരു വിരോധാഭാസമായിരുന്നു. ആരാ ഇതിനൊക്കെ വഴിവെക്കുന്നത്? ഈ രാഷ്ട്രീയത്തിന് പേരും പറഞ്ഞ് അവിടത്തേക്ക് എത്തിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ പുത്തനാശയം നിലനിൽക്കുന്നവരാണ്. അവരിതൊക്കെ പറഞ്ഞാണ്ട് ഇവരെ നിർത്തും. തനിച്ച ജാഹിൽ മരമണ്ടൂസൻ ഇവനാണ് ഇമാമത്ത് നിൽക്കുന്നത്. തുടർന്നതോ വലിയ 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 ആലിമീങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വെച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.